നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നൊരു മികച്ച അവസരത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഉയർന്ന ശമ്പളം, മികച്ച ജീവിത നിലവാരം, സുരക്ഷിതമായ ജോലി അന്തരീക്ഷം, കൂടാതെ സ്ഥിരതാമസത്തിലേക്കുള്ള സാധ്യതകൾ, ഇവയെല്ലാം കാരണം ന്യൂസിലാൻഡ് ലോകമെമ്പാടുമുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രിയപ്പെട്ട രാജ്യമാണ്. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കായി ന്യൂസിലാൻഡിൽ നിരവധി തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. IT, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, നിർമ്മാണം, അഗ്രികൾച്ചർ എന്നീ മേഖലകളിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത്. പ്രതിവർഷം ശരാശരി 89,000 ന്യൂസിലാൻഡ് ഡോളർ വരെ ശമ്പളം ലഭിക്കാവുന്ന മികച്ച തൊഴിൽ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ന്യൂസിലാൻഡിലെ പ്രധാന തൊഴിൽ മേഖലകളും സേവനങ്ങളും ഇവയാണ്: ആരോഗ്യ സംരക്ഷണം, നഴ്സുമാർ, ഡോക്ടർമാർ, മറ്റ് മെഡിക്കൽ പ്രൊഫഷണലുകൾ, ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, ഡെവലപ്പർമാർ, എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ, കൺസ്ട്രക്ഷൻ വിഭാഗത്തിൽ നിർമ്മാണ തൊഴിലാളികൾ, പ്രോജക്ട് മാനേജർമാർ എന്നിവർക്കെല്ലാം ധാരാളം ഒഴിവുകളുണ്ട്. ഈ വീഡിയോയിൽ 2026 മലയാളികൾക്കും മറ്റ് വിദേശ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്ന 10 പ്രമുഖ കമ്പനികളെക്കുറിച്ചും അവിടെയുള്ള പ്രധാന തൊഴിലവസരങ്ങളെക്കുറിച്ചും ശമ്പള വിവരങ്ങളെക്കുറിച്ചും എങ്ങനെ അപേക്ഷിക്കാമെന്നുമെല്ലാം പറയാം. ആദ്യത്തെ കമ്പനി എയർ ന്യൂസിലാൻഡ്. രാജ്യത്തെ ദേശീയ വിമാന കമ്പനിയാണ് എയർ ന്യൂസിലാൻഡ്. ഒഴിവുകൾ വന്നിട്ടുള്ളത് ക്യാബിൻ ക്രൂ, എയർപോർട്ട് ഓപ്പറേഷൻസ്, കസ്റ്റമർ സർവീസ്, എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ്, കാർഗോ, IT. വാർഷിക ശമ്പളം ഏകദേശം 55,000 മുതൽ 1,20,000 ന്യൂസിലാൻഡ് ഡോളർ വരെ. അപേക്ഷിക്കേണ്ടത് കമ്പനിയുടെ കരിയേഴ്സ് വെബ്സൈറ്റിൽ അക്കൗണ്ട് സൃഷ്ടിച്ച് CV അപ്ലോഡ് ചെയ്താണ്. മറ്റൊരു സ്ഥാപനം ആൻസ് ന്യൂസിലാൻഡ്. ബാങ്കിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആൻസ് മികച്ച അവസരമാണ്. ഒഴിവുകൾ വരുന്നത് ബാങ്കിംഗ് കൺസൾട്ടന്റ്, റിലേഷൻഷിപ്പ് മാനേജർ, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നിങ്ങനെയാണ്. ശമ്പളം 60,000 മുതൽ 1,30,000 ന്യൂസിലാൻഡ് ഡോളർ വരെ. മൂന്നാമത് 2 ഡിഗ്രീസ്. ടെലികോം മേഖലയിലെ പ്രമുഖ സ്ഥാപനമാണ് 2 ഡിഗ്രീസ്. ഒഴിവുകൾ വരുന്നത് റീറ്റെയിൽ സെയിൽസ്, കസ്റ്റമർ കെയർ, നെറ്റ്വർക്ക് എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ. IT മേഖലയിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ. പിന്നെ അടുത്തത് 1 ന്യൂസിലാൻഡ്. മുമ്പ് വോഡഫോൺ ന്യൂസിലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന കമ്പനി 2023 1 ന്യൂസിലാൻഡായി പുനർനാമകരണം ചെയ്യപ്പെടുകയാണ്. രാജ്യത്തുടനീളമുള്ള 3 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്കും ബിസിനസ് ഉപഭോക്താക്കൾക്കും മൊബൈൽ, ബ്രോഡ്ബാൻഡ്, TV, എന്റർപ്രൈസ് ടെക്നോളജി സൊല്യൂഷനുകൾ എന്നിവയെല്ലാം ഇത് നൽകുന്നു. ഇൻഫ്രാലിറ്റിന്റെയും ബ്രൂക്ക്ഫീൽഡ് അസറ്റ് മാനേജ്മെന്റിന്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള ഈ കമ്പനി സ്വന്തമായി രാജ്യവ്യാപക നെറ്റ്വർക്ക് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ആഗോള വോഡഫോൺ ഗ്രൂപ്പിന്റെ പങ്കാളി വിപണിയുമാണ്. ഇവിടെ ഒഴിവുകൾ വന്നിട്ടുള്ളത് കസ്റ്റമർ സർവീസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ടെക്നോളജി, സെയിൽസ്. പരിചയമുള്ളവർക്കും ഫ്രഷേഴ്സിനും അവസരങ്ങൾ ലഭിക്കാറുണ്ട്. അടുത്തത് WM ന്യൂസിലാൻഡ്. മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സേവനങ്ങളും നൽകുന്ന സ്ഥാപനമാണ്. ഡ്രൈവർ, മെഷീൻ ഓപ്പറേറ്റർ, മെക്കാനിക്കൽ ടെക്നീഷ്യൻ, വർക്ക്ഷോപ്പ് സ്റ്റാഫ് എന്നീ ജോലികൾ ലഭ്യമാണ്. അടുത്തത് NEC ന്യൂസിലാൻഡ്. IT മേഖലയിലുള്ളവർക്ക് വളരെ മികച്ച കമ്പനി. സൈബർ സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ക്ലൗഡ് എഞ്ചിനീയർ, നെറ്റ്വർക്ക് എഞ്ചിനീയർ, പ്രോജക്ട് മാനേജർ തുടങ്ങിയ ഒഴിവുകൾ ലഭിക്കും. ഏഴാമത് EGL. സിവിൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ മേഖലകളിലുള്ളവർക്ക് മികച്ച അവസരം നൽകുന്നു. എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നിർബന്ധമായും പരിശോധിക്കേണ്ട സ്ഥാപനമാണ് ഇത്. എട്ടാമത് ഫോണ്ടെറ. ലോകത്തിലെ ഏറ്റവും വലിയ ഡയറി കമ്പനികളിൽ ഒന്നാണ് ഇത്. പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ, ക്വാളിറ്റി അഷ്വറൻസ്, മെയിൻ്റനൻസ് എഞ്ചിനീയർ, സപ്ലൈ ചെയിൻ, വെയർഹൌസ് മേഖലകളിൽ അവസരങ്ങളുണ്ട്. ഒൻപതാമത് ഫിഷർ ആൻഡ് പേക്കൽ ഹെൽത്ത് കെയർ. മെഡിക്കൽ എക്യുപ്മെന്റ് നിർമ്മാണ രംഗത്തെ ലോക പ്രശസ്ത കമ്പനിയാണ്. ബയോമെഡിക്കൽ എഞ്ചിനീയർ, മാനുഫാക്ചറിംഗ്, ക്വാളിറ്റി കൺട്രോൾ, ലോജിസ്റ്റിക്സ്, പ്രൊഡക്ഷൻ എന്നീ മേഖലകളിൽ നിയമനം നടക്കാറുണ്ട്. പത്താമത് കിവി റെയിൽ. ന്യൂസിലാൻഡിന്റെ ദേശീയ റെയിൽവേ സ്ഥാപനം. ട്രാക്ക് വർക്കർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്കൽ ടെക്നീഷ്യൻ, ട്രെയിൻ ഓപ്പറേഷൻസ്, എഞ്ചിനീയറിംഗ് മേഖലകളിൽ ജോലി ലഭ്യമാണ്. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വളരെ മികച്ചതാണ്. അപ്പോൾ ഇങ്ങനെ 10 കമ്പനികളുടെ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അപ്ഡേറ്റ് ചെയ്ത CV തയ്യാറാക്കുക, IELTS നിർബന്ധമാണോ എന്ന് ഓരോ ജോബും പരിശോധിക്കുക. എല്ലാറ്റിൻ്റെയും കമ്പനി വെബ്സൈറ്റിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അക്രഡിറ്റഡ് എംപ്ലോയർ വിസ സ്പോൺസർഷിപ്പ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഔദ്യോഗിക കരിയേഴ്സ് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഏജൻസികൾക്ക് പണം നൽകുന്നതിന് മുൻപ് കമ്പനിയുടെ ഔദ്യോഗിക വിവരങ്ങൾ ഉറപ്പാക്കുക. അവസാനം ഇന്ന് പറഞ്ഞ 10 സ്ഥാപനങ്ങളും ന്യൂസിലാൻഡിലെ മികച്ച തൊഴിലുടമകളാണ്. എല്ലാ ജോലികൾക്കും വിദേശ അപേക്ഷകർക്ക് വിസ സ്പോൺസർഷിപ്പ് ലഭിക്കണമെന്നില്ല. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുൻപ്
ഓരോ ജോബ് പോസ്റ്റിലെയും വിസ എലിജിബിലിറ്റി, വർക്ക് റൈറ്റ്സ്, സ്പോൺസർഷിപ്പ് എന്നീ വിവരങ്ങൾ നിർബന്ധമായും പരിശോധിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു രാജ്യത്തിലെ പുതിയ തൊഴിലവസരങ്ങളുമായി വീണ്ടും കാണാം. ഒഫീഷ്യൽ കരിയേഴ്സ് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.